നമസ്കാരം. ഓം ശക്തി മഠം അസ്ട്രോളജി റിസർച്ച് വാസ്തു ആൻഡ് താന്ത്രിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തിലെ വേഴമാറ്റത്തിന്റെ ഫലമായി മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങൾ ആണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. ഇത് കേവലം പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ഫലങ്ങൾ അയാളുടെ ജനന സമയത്തെ കൂടി ആശ്രയിച്ചാണ് നിശ്ചയിക്കുക. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. രാശിചക്രത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള ഗ്രഹമാണ് വ്യാഴം. രാശിചക്രത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ അനുകൂലമായാലും വ്യാഴാനുകൂലം ഉണ്ടായാൽ മാത്രമേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. മനുഷ്യജീവിതത്തിൽ അയാളുടെ മുഖ്യ ധർമ്മങ്ങളായ അറിവ്, ബുദ്ധി, ശുഭാപ്തി വിശ്വാസം, സമൃദ്ധി, വിജയം, കുടുംബം, സന്തോഷം, ധനാഭിവൃദ്ധി തുടങ്ങി ഒട്ടനവധി മേഖലയിലൂടെ വ്യാഴത്തിന്റെ പ്രസരണ ശക്തി കടന്നുപോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴം എന്ന ഗ്രഹത്തിന്റെ ഗുണാനുഭവങ്ങൾ അനിവാര്യമാണ്. മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ, ചൊവ്വ, കേതു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ രാശിക്കാരിൽ കാണുവാൻ കഴിയും. മേടൻ രാശി കാലപുരുഷന്റെ ശിരസ്സായാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ശിരസ്സായും പരിഗണിക്കുന്ന രാശിയാണ് ഈ രാശി. ആയതിനാൽ മേടൻ രാശിക്കാർ എല്ലാ കാര്യങ്ങളിലും നേതൃത്വ സ്ഥാനം അലങ്കരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഏതു കാര്യത്തിലും ഉന്മേഷത്തോടും അത്യുത്സാഹത്തോടും പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ശീലം വളരെ കുറവാണ് ഇവർക്ക് അവരുടേതായ തീരുമാനങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നത്. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ഇവർക്ക് ഏതൊരു മടിയും ഉണ്ടായിരിക്കുന്നതല്ല. പുതിയ ആശയങ്ങൾ ജീവിതത്തിൽ വേഗത്തിൽ കൊണ്ടുവരാൻ ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്ത് വേഗത്തിൽ അവർ നടപ്പിലാക്കും എന്നത് ഇവരുടെ ശീലം. ലഘുബുക്കുകൾ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്ന ശീലം ഇവരുടെ പ്രത്യേകതയാണ്. നട്ട്സ്, ചിപ്സ്, മറ്റ് ബേക്കറി ഫുഡുകളിൽ ഇവർക്ക് പ്രത്യേക ഇഷ്ടം കൂടിയിരിക്കും. നിലത്തിരിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഇവർ പൊക്കമുള്ള സ്ഥലങ്ങളിൽ ആയിരിക്കും ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. ക്ഷിപ്രപ്രസാദികളായ ഇവർ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കും. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവക്കാർ ആയിരിക്കില്ല ഇവർ പല മേഖലയിൽ ധനം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. പല മേഖലകളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാൻ ഇവർ ഏറെയും ഇഷ്ടപ്പെടുന്നത്. ഇവരുടെ പങ്കാളികൾ നല്ല സാമർഥ്യം ഉള്ളവരാണ്. കുടുംബജീവിതം സന്തോഷമായിരിക്കുവാൻ എന്ത് വീഴ്ചയ്ക്കും ഇവർ തയ്യാറാകും. മേടൻ രാശിക്കാരെ കുറിച്ചുള്ള മറ്റു ഫലങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. 2026 ജൂൺ 2 വ്യാഴൻ തന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഭാഗ്യവ്യാധിപനാണ് വ്യാഴം. നിരന്തര പ്രതിസന്ധികളുടെയും കഷ്ടതകളിലൂടെയും കഴിഞ്ഞുകൊണ്ടിരുന്ന മേടൻ രാശിക്കാർ ഗുണാനുഭവങ്ങളുടെ അനുകൂല കാലഘട്ടമാണിത്. ധനപരമായ വിഷയങ്ങളിൽ ഉയർച്ച ഉണ്ടാകാനും കിട്ടാക്കടങ്ങൾ ലഭിക്കുന്നതിനും സാധ്യത വരും. ലോണുകൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുവാൻ അവസരമുണ്ടാകും. ധനഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അനുകൂല സമയമാണ് ഈ കാലയളവ്. ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഗൃഹനിർമ്മാണം എന്ന സ്വപ്നം താമസിയാതെ തന്നെ അത് സാധ്യമാക്കുവാൻ അവസരം ഒരുങ്ങും. വീടുപണികൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനത്തിനും സാധ്യത വരും. സഹോദരങ്ങൾ തമ്മിലുള്ള നീണ്ടകാലത്തെ പിണക്കങ്ങൾ വിരാമമിട്ട് കൂടുതൽ സഹകരണങ്ങൾ തുടങ്ങും. അതുവഴി മനസ്സന്തോഷത്തിനും അവസരം വരും. മാതാപിതാക്കൾ സന്താനങ്ങളുടെ പഠന വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ബന്ധുജനങ്ങൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ യാത്രകൾ ചെയ്യുവാനും പുണ്യ ദേവാലയ ദർശനങ്ങൾക്കും അവസരം ഒരുങ്ങും. മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾക്ക് പുതുജീവൻ നൽകുവാൻ ഈ കാലയളവ് ഉപകരിക്കും. പുതുമയാർന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഉണർവുണ്ടാക്കും. മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ
പുതുജീവൻ നൽകുവാൻ തീരുമാനിക്കും. ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ ആ സ്ഥാനങ്ങളിൽ കൂടുതൽ ശോഭിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം ആണ് ഈ വ്യാഴമാറ്റം. മികച്ച അധ്യാപകരിൽ നിന്നും വിദ്യ അഭ്യസിക്കുവാൻ ഇടവരും. അവരുടെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുവാൻ അവസരം ഒരുങ്ങും. വിദ്യകളിൽ തടസ്സം വന്നവർക്കും താഴ്ന്ന നിലവാരം പുലർത്തുന്നവർക്കും ഈ വർഷം അനുകൂലമാണ്. വസ്ത്രക്കച്ചവട രംഗത്തും സ്വർണ്ണ വ്യാപാര രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ധനം സമ്പാദിക്കുവാൻ അവസരം വരും. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ജനിച്ച ഇവർക്ക് ഈ കാലയളവിൽ ചെയ്യേണ്ടതായ ക്ഷേത്ര പരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കാം. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂത്താർച്ചന, നെയ്വിളക്ക് സമർപ്പിക്കുക. ശനീശ്വര പ്രീതിക്കായി ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജന വഴിപാട് നടത്തുന്നതും ഉത്തമമാണ്. പ്രിയമുള്ളവരെ, മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റ ഫലത്തെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. എത്ര ജന്മങ്ങൾ ജനിച്ചാൽ ഒരു മനുഷ്യജന്മം സാധ്യമാകും? മുൻജന്മങ്ങളിൽ നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ നാം ഈ ജന്മത്തിലും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെന്നില്ല. അത്തരം വിഷയങ്ങൾ കൂടി പരിഗണിച്ചാണ് നാം ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ശുഭാശുഫലങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഈ ജന്മം മോക്ഷപ്രദമാക്കേണ്ട ആവശ്യം കൂടി നമ്മൾക്കില്ലേ? നാം വിനോദത്തിനും വിജ്ഞാനത്തിനും വഴക്കിടലിനും സന്തോഷിക്കുന്നതിലും യാത്ര ചെയ്യുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിനും എന്നുവേണ്ട എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ സ്വയം ഈശ്വര പ്രാർത്ഥനകൾക്ക് മാത്രം നാം സമയം മാറ്റിവെക്കാറില്ല. അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുവാൻ മാത്രമായി നാം ഈശ്വര പ്രാർത്ഥനയെ കാണുന്നു. എന്നാൽ ശരിയായ തത്വം ഇവയൊന്നുമല്ല. ഈ ജന്മം സാർത്ഥകമാക്കാൻ സ്വയം പ്രാർത്ഥന കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിയുന്ന തരത്തിൽ, അറിയുന്ന തരത്തിൽ കൃത്യനിഷ്ഠയോടെ ഒരേ സമയം അരമണിക്കൂറെങ്കിലും നമ്മൾക്ക് വേണ്ടി ഈശ്വരനാമം ജപിക്കണം. അതിന്റെ ശക്തി വിശേഷം നിങ്ങൾക്ക് സ്വയമേ അനുഭവപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. നിങ്ങളുടെ നക്ഷത്രവും പേരും കമന്റ് ചെയ്യൂ. ക്ഷേത്രത്തിൽ നടക്കുന്ന നിത്യ ഗണപതി ഹോമത്തിലും മറ്റു പൂജാ കർമ്മങ്ങളിലും നിങ്ങളെക്കുള്ളി ഉൾപ്പെടുത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.